ഇപ്പോൾ പി കെ കൃഷ്ണദാസ് സംസാരിക്കുന്നു തത്സമയം. അതുകൊണ്ട് വികസിത കേരളം എന്ന ലക്ഷ്യം ജനങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ മുന്നേറ്റമാണ്, പ്രചരണ പ്രക്ഷോഭ പരിപാടികൾക്കാണ് ഇന്ന് ചേർന്ന NDAയുടെ സംസ്ഥാന നേതൃയോഗം രൂപം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളത്തിൽ നിലനിൽക്കുന്ന വിഷയമായിട്ടുള്ള കേരളത്തിലെ വിശ്വാസികൾ, ഭക്തജനങ്ങൾ, സർവ്വജനങ്ങളിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുള്ള, ഞെട്ടലുണ്ടാക്കിയിട്ടുള്ള വിഷയമാണ് ശബരിമലയിൽ നടന്നിട്ടുള്ള മോഷണം. ശബരിമലയിൽ സ്വർണം മോഷ്ടിക്കപ്പെട്ടത്, പിടികൂടിയത് ഏതെങ്കിലും കുറ്റാന്വേഷണ ഏജൻസിയല്ല. സാധാരണ പോലീസാണ് കേസ് അന്വേഷണം, പ്രതികളെ പിടികൂടുക, കോടതിയുടെ മുന്നിൽ ഹാജരാക്കുക, കീഴ്ക്കോടതി മുന്നിൽ കേസെത്തിയാൽ വിധിയുണ്ടാകും, അപ്പീൽ ഹൈക്കോടതിയിലേക്ക് പോകും. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഹൈക്കോടതി തന്നെയാണ് ഈ മോഷണം കയ്യോടെ പിടികൂടിയിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് ഹൈക്കോടതി നിയോഗിച്ച വിജിലൻസ് കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ വാർത്ത വന്നിട്ടുണ്ട്. ആ വാർത്തകളിൽ പറയുന്നത് അവിടെ സ്വർണ്ണ മോഷണം നടന്നിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡിനും ദേവസ്വം ഭരണാധികാരികൾക്കും തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ഈ മോഷണത്തിൽ അവർക്ക് പങ്കുണ്ട് എന്നുള്ളതാണെന്ന് വാർത്തകൾ വന്നിരിക്കുന്നു. പക്ഷെ ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അവിടെ ദേവസ്വം ബോർഡിന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല, അത്തരമൊരു റിപ്പോർട്ടും വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഈ സ്വർണ്ണമോഷണം കയ്യോടെ ഹൈക്കോടതി പിടികൂടിയിരിക്കുന്നു, അതിൽ ദേവസ്വം ബോർഡിൻ്റെ പങ്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മോഷണത്തിന് കൂട്ടുന്നത് ദേവസ്വം ബോർഡിനെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി കാണിക്കുന്ന വ്യഗ്രത, ഈ മോഷണത്തിൽ പിണറായി സർക്കാരിനും പങ്കുണ്ട്, ക്ലിഫ് ഹൗസിനും പങ്കുണ്ട് എന്നുള്ളതല്ലേ? ഈ മോഷണത്തിൻ്റെ പ്രതികൾ പിടികൂടപ്പെടുന്നത്, നിയമത്തിന് ഹാജരാക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് ഭയമുണ്ട്, ക്ലിഫ് ഹൗസിന് ഭയമുണ്ട് എന്നുള്ളതാണ്. കാരണം ദേവസ്വം ബോർഡിന് പങ്കുണ്ടെങ്കിൽ ദേവസ്വം മന്ത്രിമാർക്കും പങ്കുണ്ട്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ ശബരിമലയിൽ ഇപ്പം നടന്ന സ്വർണ്ണമോഷണം മാത്രമല്ല, ഇതുവരെ നടന്ന തീവട്ടിക്കൊള്ള, ആ കൊള്ളയ്ക്കെല്ലാം നമ്മുടെ മുഖ്യമന്ത്രിയും ക്ലിഫ് ഹൗസുമായി പങ്കുണ്ട് എന്ന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം ശബരിമല പ്രക്ഷോഭം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിലൊരു കാര്യം കൂടി ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്, ഇത് കേവലം 10 വർഷമായി നടക്കുന്ന തീവട്ടിക്കൊള്ളയല്ല, മോഷണമല്ല, മറിച്ച് അത് UDFൻ്റെ കാലത്തും ഈ ഈ ക്ഷേത്രങ്ങളിൽ, ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ഈ മോഷണം നടന്നിട്ടുണ്ട്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശബരിമലയിൽ മാത്രമല്ല, സ്വർണ്ണമോഷണം, അതുപോലെ തന്നെ ഖജാനാവിൻ്റെ മോഷണം മറ്റു പല ക്ഷേത്രങ്ങളിലും നടന്നതായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇതേപോലെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള പല ക്ഷേത്രങ്ങളിലും ശബരിമലയിൽ നടന്നതുപോലുള്ള സമാനമായ സ്വർണ്ണമോഷണവും അതുപോലെ കാണിക്ക മോഷണവും നടന്നിട്ടുണ്ടെന്ന ആരോപണവും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട്. കാരണം എല്ലാം ക്ഷേത്രങ്ങളിലെയും ദേവസ്വം ബോർഡിലെയും ക്ഷേത്രങ്ങളിലും CPMൻ്റെ ഫ്രാക്ഷനിൽപ്പെട്ടിട്ടുള്ള ആളുകളെയാണ് ഈ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർമാരായി നിശ്ചയിച്ചിരിക്കുന്നത്. ഈ മോഷണങ്ങൾക്ക് ഇവർക്ക് വലിയ പങ്കുണ്ട്, ഇവരിലൂടെയാണ് നടപ്പാക്കുന്നത്. പക്ഷെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് പാർട്ടി പ്രതിനിധികളെയല്ല എക്സിക്യൂട്ടീവ് ഓഫീസർമാരെ നിശ്ചയിച്ചത്, മന്ത്രിമാരുടെ ബന്ധുക്കളെയാണ്.
അതിലൂടെയാണ് അവർ തീവെട്ടിക്കൊള്ള നടത്തിയത്. ഇപ്പം ശബരിമലയിൽ UDF ഭരണകാലത്ത് ശിവകുമാർ ആയിരുന്നു മന്ത്രി. ശിവകുമാറിൻ്റെ സഹോദരനാണ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നത്. ആ സമയത്താണ് അനാവശ്യമായിട്ട് 1,82,00,000 പാത്രങ്ങൾ വാങ്ങി വലിയ അഴിമതി നടത്തിയത്. ഇങ്ങനെ നിരവധി അഴിമതികളുണ്ട് ആ കാലഘട്ടത്തിലും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, കഴിഞ്ഞൊരു 25 വർഷക്കാലമായിട്ട് ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണമോഷണവും തീവെട്ടിക്കൊള്ളയും തിരുവിതാംകൂർ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നടന്നിട്ടുള്ള എല്ലാ മോഷണങ്ങളും കൊള്ളയും അത് സമഗ്രമായി അന്വേഷിക്കണം. അതിന് CBI തന്നെ അന്വേഷണം നടത്തണം എന്ന് NDA ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. ഇന്നത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം എന്ന് മാത്രമല്ല, 2019 മോഷണം നടന്ന സമയത്ത് പിടികൂടപ്പെട്ടിട്ടുള്ള മോഷണം നടന്ന സമയത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരായിട്ടും ക്രിമിനൽ കുറ്റം ചുമത്തി കേസെടുക്കണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് NDA പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നത്. മാത്രമല്ല, ഈ ശബരിമലയിൽ ഇപ്പോഴും നടന്നിട്ടുള്ള എല്ലാ മോഷണവും സ്വർണം മറച്ച് വിറ്റത് ഉൾപ്പെടെ, ഇപ്പം വിജയ് മല്യ നൽകിയിട്ടുള്ള കാണിക്കയായി സമർപ്പിച്ച സ്വർണം ഉൾപ്പെടെ മറച്ച് വിൽപ്പന നടത്തി എന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന വാർത്ത. മറച്ചു വിറ്റു. അതിൻ്റെ കൂടെ മറ്റൊന്നുകൂടി വന്നിട്ടുണ്ട്. അതായത് പന്തളം രാജാക്കന്മാർ ഇപ്പം ശബരിമലയിൽ സമർപ്പിച്ചിട്ടുള്ള അംശവടി, ആ അംശവടി പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായ സമയത്ത് സ്വർണം പൂശാൻ കൊണ്ടുപോയപ്പോൾ തിരികെ എത്തിയത് വേറെ അംശവടിയാണ് എന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ അവിടുത്തെ സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ മൂല്യമല്ല. ആദ്യത്തെ അംശവടി വെള്ളി പൂശിയതായിരുന്നു. പിന്നീട് സ്വർണം പൂശാൻ കൊണ്ടുപോയി അവിടെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും മൂല്യമല്ല, മറിച്ച് അത് പന്തളം രാജകുടുംബം സമർപ്പിച്ചിട്ടുള്ള ഈ അംശവടി മാറ്റാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താ അധികാരം? ആ പഴയ അംശവടി അംശദണ്ഡ് എവിടെ പോയി? ഇങ്ങനെ പുതിയ പുതിയ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം ഇപ്പോൾ ചെയ്യുന്നത് ഒരു പോറ്റിയുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് രക്ഷപ്പെടാനാണ് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ശ്രമിക്കുന്നത്. പക്ഷെ ഇത്രയും കിലോഗ്രാം സ്വർണത്തെ ചെമ്പാക്കി മാറ്റാൻ ഒരു പോറ്റിക്ക് സാധ്യമല്ല. അത് ദേവസ്വം ബോർഡിനും ഭരണകൂടത്തിനും രാഷ്ട്രീയ നേതൃത്വത്തിനും മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് പോറ്റിയെ പോറ്റി വളർത്തിയവർ അവരാണ് നിയമത്തിന് മുന്നിൽ വരേണ്ടത്. പോറ്റിയോടൊപ്പം തന്നെ പോറ്റിയെ പോറ്റി വളർത്തിയവർ പോറ്റിയെ പോറ്റി വളർത്തി. അങ്ങനെ വളർന്നു വന്ന പോറ്റി തന്നെ പോറ്റിയവരെയും പോറ്റുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഇപ്പം ഈ LDF പ്രതിക്കൂട്ടിലാണ്, UDF പ്രതിക്കൂട്ടിലാണ്. ഇതിനെതിരായിട്ട് വരുന്ന ഒക്ടോബർ 17 സെക്രട്ടേറിയറ്റിന് മുന്നിൽ NDA പ്രതിഷേധ ധർണ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒക്ടോബർ 21 കേരളത്തിലെ 30 കേന്ദ്രങ്ങളിൽ NDAയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണകൾ സംഘടിപ്പിക്കാനും ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ 3ാം ഘട്ടം NDA പരിപാടിയെക്കുറിച്ച് പിന്നീട് സംസ്ഥാന നേതൃയോഗം തീരുമാനിക്കും. LDFനെതിരെയും UDFനെയും അതിശക്തമായ ജനവികാരം സംസ്ഥാനത്താകമാനം ഉയർന്നു വരുന്നുണ്ട്. സ്വാഭാവികമായും ബദൽ രാഷ്ട്രീയം എന്നുള്ള നിലയിൽ NDA ജനങ്ങൾ 2 കൈയും നീട്ടി അംഗീകരിക്കുന്നു. NDAക്ക് വളരാനും വിജയിക്കാനും അനുകൂലമായ മണ്ണായി, രാഷ്ട്രീയ മണ്ണായി കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ണ് പാകപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്
NDA ഒറ്റക്കെട്ടായിട്ട് നേരിടും. സംഘടനാപരമായി NDA ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ജില്ലാ തലങ്ങളിൽ, മണ്ഡലം തലങ്ങളിൽ, പഞ്ചായത്ത് വാർഡ് തലങ്ങളിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡ് തലങ്ങളിൽ NDA സംവിധാനം ശക്തിപ്പെടുത്താനും പ്രചരണ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകാനും ഇന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. ഒക്ടോബർ 17 സെക്രട്ടേറിയറ്റിന് മുന്നിൽ, ഒക്ടോബർ 21 സംസ്ഥാനത്തെ 30 കേന്ദ്രങ്ങളിലും ഈ പരിപാടി നടക്കും.